ഞാൻ അതിന് പ്രതീകം മാത്രമാണ്. ബഹുഭൂരിപക്ഷത്തോടു കൂടി പിടിച്ചെടുക്കും. കഴിഞ്ഞ തവണ അനുഭവത്തിനെതിരെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പേയ്മെന്റ് സീറ്റ് എന്ന അത് പാർട്ടി ചിഹ്നോടി ലഭിച്ചിരിക്കുന്നത്? ആ ആരോപണത്തിനോട് എന്താണ് പ്രതികരണം? അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല. ഞാൻ ശാഖ ഒരു സംഘടനയുടെ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറി, പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന ലീഗിൻ്റെ സെക്രട്ടറി, സംസ്ഥാന ലീഗിൻ്റെ ആദ്യത്തെ ചരിത്രത്തിലെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി, ഈ പോസ്റ്റുകളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കാരനാണ് ഞാൻ, രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഞങ്ങൾ ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു വ്യക്തമായ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കുന്നത്. അതിനുള്ള ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. എലിമട നൂഴാൻ പമ്മന നല്ലതെന്നൊരു പഴമൊഴിയുണ്ട്. അത് അദ്ദേഹത്തിന് ചോദിച്ചൊരു സംഗതിയാണ്. ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാനില്ല. അത് എനിക്ക് കണ്ടറിയാമല്ലോ. പിന്നെ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായി ഇത് എടുക്കേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇടതു ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. നമ്മൾ സിവിൽ കോഡ് കണ്ടു, ഗസയുടെ വിഷയം കണ്ടു, ബാബരി മസ്ജിദ് തകർച്ചതിന് ശേഷമുള്ള ചില സംഗതികൾ, ഒരുപാട് ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷത, മതേതരത്വം കൂടിയല്ല ഞാൻ പറയുന്നത്, മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധി എഴുതും. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരുപാട് സംഘടനകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സമസ്ത അടക്കം. 2 സമസ്തകളിൽ നിന്നും സമസ്ത അല്ലാത്ത സംഘടനകളിൽ നിന്നും ഉണ്ട്. താങ്കളുടെ പേര് കേൾക്കുമ്പോൾ ഒരു പഴയ ഒരു പ്രസംഗം, മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ നടത്തിയ ഒരു പ്രസംഗം വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. ആ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ ആരോപണത്തിൽ പോസ്റ്റ് നിൽക്കുന്നു. ഞാനത് പറഞ്ഞത് തന്നെയാണല്ലോ. ഞാനത് പറഞ്ഞതാണ്. അന്നത്തെ എൻ്റെ രാഷ്ട്രീയം അതാണ്. ചോറ് ഇവിടെയും കൂറ് അവിടെയും പറ്റില്ലല്ലോ. ഞാൻ ചോറുള്ളിടത്ത് തന്നെ കൂറുണ്ടാവുള്ളൂ, കൂറുള്ളിടത്തേ ചോറുണ്ടാവുള്ളൂ. പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ നിൽക്കുന്നത്. അത് ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലാതെ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട, സാധാരണ പറയും പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുക എന്നുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ. അതൊന്നും മാന്യന്മാർക്ക് ചേർന്നല്ലോ. അതുകൊണ്ട് അത് നിഷേധിക്കുക ഉൾക്കൊള്ളുന്ന വിഷയമില്ല. എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവരെ ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ. ഒരുപാട് തങ്ങന്മാരെ പിന്തുണ എനിക്കുണ്ട്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ നിരവധി വരുന്നുണ്ട്, കടൽക്ഷോഭം പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇടതു മുന്നണി ഇത്തരത്തിലുള്ള ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാകും തിരഞ്ഞെടുപ്പിനെ നേരിടുക? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങൾ ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കാൻ തയ്യാറാണ്. അത് അടുത്ത് തന്നെ 2 ദിവസത്തിനുള്ളിൽ അതിലിരിക്കും. അത് ഇവിടുത്തെ ധാരാളം ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. പൊന്നാനിയുടെ സ്പന്ദനങ്ങൾ നേരിട്ടറിയുന്ന ജനപ്രതിനിധികളും നേതാക്കളുമാണ് എൻ്റെ ഇടത്തും വലത്തുമായിരിക്കുന്നത്. അവരുമായി കൂടി ആലോചിച്ച് ഒരു ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കും. അതായിരിക്കും ഞങ്ങളുടെ മുന്നിലുണ്ടാവുക. എന്തായിരുന്നാലും ഒരു കാര്യം പൊന്നാനിയുടെ ജനതയ്ക്ക് വിശ്വസിക്കാം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അവൈലബിൾ MP ആയിരിക്കും. എൻ്റെ വാതിലുകൾ, അവിടുത്തെ വാതിലുകൾ, ഓഫീസിൻ്റെ വാതിലുകൾ 24 അവർ തുറന്നിട്ടിരിക്കും. അത് ജനകീയ ഓഫീസായി മാറും. വിളിച്ചാൽ കിട്ടുന്ന ഒരു MP ആയി മാറും. അത് CM സലാമാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തായാലും പൊന്നാനിയിലെ ജനത മറ്റെന്തിനോ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമാണ്. ഞാൻ വരുന്ന വഴിയോരങ്ങളിൽ എനിക്ക് കിട്ടുന്ന സ്വീകരണവും എനിക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ, ലീഗ് അണികളിൽ നിന്ന് കിട്ടുന്ന ആവേശകരമായ പിന്തുണ, അതൊക്കെ തെളിയിക്കുന്നത് എന്തോ ഒരു ചരിത്രത്തിൻ്റെ തിരുത്തിന് വേണ്ടിയാണ്. ആഫ്റ്റർ പൊന്നാനി 2024 ബിഫോർ 24 ആസിസ് 24 എന്ന് പിന്നീട് കാലം രാഷ്ട്രീയ ചരിത്രം
എഴുതി വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.